ഫ്രണ്ട്സ്, ഇതിൻ്റെ 3 മാസത്തെ ശമ്പളം കിട്ടും. 3 മാസം ഇങ്ങനെ ഇത്രയും ഇങ്ങനെ കൂടി കിടന്നതെന്നുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് എടുത്തുങ്ങാണ്ട് അതിലിടിക്കാൻ വേണ്ടി പറയാം, അർബാബിനോട് പറയാം അതിലിട്ട് തരാൻ. ആൾ ഓർമ്മ ആകുമ്പോൾ ആൾ തന്നെ ഡയറക്റ്റ് വന്ന് തരണം കേട്ടോ. ഞങ്ങൾ ചോദിക്കുന്നത് 3 മാസം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, എനിക്ക് ചോദിച്ചു വാങ്ങിക്കൂടെ എന്ന്. എനിക്ക് ചെലവിനുള്ള പൈസ അങ്ങനെ ഇങ്ങനെയുള്ള പൈസകളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകും. അപ്പോൾ പൈസ എനിക്കൊരു മാറ്റി വെപ്പുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് മാറ്റി വെക്കണതാണ്, അങ്ങനെ വെയിറ്റ് ചെയ്യണതാണ്. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ എന്താക്കാൻ നിൽക്കില്ല. പക്ഷെ ആളെ കയ്യിൽ നിന്ന് ആ പൈസ ആയിട്ട് കിട്ടുമ്പോൾ അതിനൊരു വല്ലാത്ത ഫീലാട്ടോ. മാസം ലാസ്റ്റ് ഞാനിങ്ങനെ ഓരോ മാസം ഞാൻ വെയിറ്റ് ചെയ്യും. ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് സാധാരണ രീതിയിൽ വെയിറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആളിപ്പോൾ 3ാമത്തെ മാസമാണ്. ആൾ പറഞ്ഞ് 2 മാസമാണോ 3 മാസമാണെന്ന് ചോദിച്ചാൽ 3 മാസമെന്ന് പറഞ്ഞ്. ആൾ പറഞ്ഞ് ആളെ നോക്കിയപ്പോൾ സാ ഓക്കെ ഇറങ്ങാണ്ട് 3 മാസത്തെ പൈസ തന്നിട്ടോ. മാഷാ അല്ലാ, എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് ഈ പൈസ ആളെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ. ആളെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഫീലാട്ടോ. പലർക്കും പല അഭിപ്രായമായിരിക്കും അർബാബിനെ പറ്റിയിട്ട്. പക്ഷെ മാഷാ അല്ലാ, എൻ്റെ അർബാബ് എനിക്ക് ഇതുവരെ എന്നെ ചീത്ത പറയാതാക്കില്ല. ഒരു പ്രാവശ്യം ചീത്ത പറഞ്ഞേക്കണ്, പക്ഷെ അത് കേൾക്കാനേ നമ്മൾ അർഹനാണ്. കാരണം അവരെ ശമ്പളത്തിൽ നമ്മൾ പണിയെടുക്കണം എന്നുള്ളത് പലരും മറന്നു പോകുന്നുണ്ട്. അതൊന്ന് ഓർമ്മാക്കാനും കൂടിയാണ് ഈ ഒരു വോയിസ് ചെയ്യുന്നത്. ഓക്കെ.